പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: 1 തിമത്തിയോസ് പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകം? ഉത്തരം: 15-ാമത്തെ പുസ്തകം. ക്വസ്റ്റ്യൻ: വിശ്വാസത്തിൽ പൗലോസിൻ്റെ നിജപുത്രൻ? ഉത്തരം: തിമത്തിയോസ്. 1 തിമത്തിയോസ് 1:1. ക്വസ്റ്റ്യൻ: ആരുടെയെല്ലാം കൽപ്പന പ്രകാരമാണ് പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതിയത്? ഉത്തരം: നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിൻ്റെയും കൽപ്പന പ്രകാരം. 1:1. ക്വസ്റ്റ്യൻ: പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ നിന്നും തിമത്തിയോസിന് എന്തെല്ലാം ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം: കൃപയും കനിവും സമാധാനവും. 1:2. ക്വസ്റ്റ്യൻ: തിമത്തിയോസ് എഫെസോസിൽ താമസിക്കണമെന്ന് പൗലോസ് എവിടെ പോകുമ്പോൾ അപേക്ഷിച്ചു? ഉത്തരം: മക്കെദോന്യ. 1:4. ക്വസ്റ്റ്യൻ: എന്ത് ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും. 1:3. ക്വസ്റ്റ്യൻ: പൗലോസ് തിമത്തിയോസിനോട് അപേക്ഷിച്ച ആജ്ഞയുടെ ഉദ്ദേശം? ഉത്തരം: ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. 1:5. ക്വസ്റ്റ്യൻ: ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം ഇവ വിട്ടുമാറി ചിലർ എന്തിലേക്ക് തിരിഞ്ഞ് എന്തായിരിക്കാൻ ഇച്ഛിക്കുന്നു? ഉത്തരം: വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ. 1:5-6. ക്വസ്റ്റ്യൻ: കർത്താവ് പൗലോസിനെ എണ്ണിയതെങ്ങനെ? ഉത്തരം: വിശ്വസ്തൻ. 1:12. ക്വസ്റ്റ്യൻ: പൗലോസ് ക്രിസ്തുവിലാകും മുമ്പേ ആരായിരുന്നു? ഉത്തരം: ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും. 1:13. ക്വസ്റ്റ്യൻ: പൗലോസിന് കൃപ ലഭിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം: അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട്. 1:13. ക്വസ്റ്റ്യൻ: ക്രിസ്തുയേശു ആരെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു? ഉത്തരം: പാപികളെ രക്ഷിപ്പാൻ. 1:15. ക്വസ്റ്റ്യൻ: വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമെന്ത്? ഉത്തരം: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. 1:15. ക്വസ്റ്റ്യൻ: ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞതാരെ? ഉത്തരം: പൗലോസ്. 1:15. ക്വസ്റ്റ്യൻ: ഏകദൈവത്തിന് പൗലോസ് നൽകുന്ന വിശേഷണങ്ങൾ? ഉത്തരം: നിത്യരാജാവ്, അക്ഷയൻ, അദൃശ്യൻ. 1:17. ക്വസ്റ്റ്യൻ: എന്തിനെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യാനാണ് പൗലോസ് തിമത്തിയോസിനോട് പറയുന്നത്? ഉത്തരം: വിശ്വാസവും നല്ല മനസ്സാക്ഷിയും. 1:18. ക്വസ്റ്റ്യൻ: ചിലർ എന്ത് തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി? ഉത്തരം: നല്ല മനസ്സാക്ഷി. 1:19. ക്വസ്റ്റ്യൻ: നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസക്കപ്പൽ തകർന്നുപോയ 2 പേർ? ഉത്തരം: ഹുമനയോസും അലക്സാന്തരും. 1:19-20. ക്വസ്റ്റ്യൻ: ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് പൗലോസ് സാത്താനെ ഏൽപ്പിച്ചതാരെയാണ്? ഉത്തരം: ഹുമനയോസിനെയും അലക്സാന്തരെയും. 1:20.
ക്വസ്റ്റ്യൻ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ട വ്യക്തി. ഉത്തരം പൗലോസ്. 2:2. ക്വസ്റ്റ്യൻ നമ്മുടെ രക്ഷിതാവായ ദൈവം സകല മനുഷ്യരും എന്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ഇച്ഛിക്കുന്നു? ഉത്തരം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ. 2:4. ക്വസ്റ്റ്യൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ആര്? ഉത്തരം യേശുക്രിസ്തു. 2:5-6 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ ജാതികളെ എന്ത് ഉപദേശിപ്പാനാണ് പൗലോസ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വിശ്വാസവും സത്യവും. 2:7. ക്വസ്റ്റ്യൻ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ട ഒരു അപ്പോസ്തലൻ ആര്? ഉത്തരം പൗലോസ്. 2:7. ക്വസ്റ്റ്യൻ പുരുഷന്മാർ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി. 2:8. ക്വസ്റ്റ്യൻ പുരുഷന്മാർ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിച്ച അപ്പോസ്തലൻ? ഉത്തരം പൗലോസ്. 2:8. ക്വസ്റ്റ്യൻ സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിച്ച് എങ്ങനെയാണ് തങ്ങളെ അലങ്കരിക്കേണ്ടത്? ഉത്തരം ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ. 2:9. ക്വസ്റ്റ്യൻ ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം എന്തുകൊണ്ടാണ് സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത്? ഉത്തരം സൽപ്രവൃത്തികളെ കൊണ്ട്. 2:10. ക്വസ്റ്റ്യൻ എന്തെല്ലാം കൊണ്ടല്ല സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത്? ഉത്തരം പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം. 2:10. ക്വസ്റ്റ്യൻ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടും കൂടെ പഠിക്കേണ്ടതാരാണ്? ഉത്തരം സ്ത്രീ. 2:11. ക്വസ്റ്റ്യൻ മൗനമായിരിക്കാൻ അല്ലാതെ എന്തൊക്കെ ചെയ്യാൻ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ. 2:12. ക്വസ്റ്റ്യൻ ആദ്യം നിർമ്മിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ആദാം. 2:13. ക്വസ്റ്റ്യൻ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ടത് ആര്? ഉത്തരം സ്ത്രീ. 2:14. ക്വസ്റ്റ്യൻ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ട ആദ്യത്തെ സ്ത്രീ? ഉത്തരം ഹവ്വ. 2:14. ക്വസ്റ്റ്യൻ എങ്ങനെ പാർക്കുന്ന സ്ത്രീയാണ് മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നത്? ഉത്തരം വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്ന സ്ത്രീ. 2:15. ക്വസ്റ്റ്യൻ ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 3:1. ക്വസ്റ്റ്യൻ ഒരുവൻ എന്ത് കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു? ഉത്തരം അധ്യക്ഷസ്ഥാനം. 3:1. ക്വസ്റ്റ്യൻ ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കേണ്ടത് ആര്? ഉത്തരം അധ്യക്ഷൻ. 3:2. ക്വസ്റ്റ്യൻ മദ്യപ്രിയനും തല്ലുകാരനും അരുത് ആര്? ഉത്തരം അധ്യക്ഷൻ. 3:3. ക്വസ്റ്റ്യൻ അധ്യക്ഷൻ മക്കളെ എങ്ങനെ അനുസരണത്തിൽ പാലിക്കുന്നവനായിരിക്കണം?
ഉത്തരം പൂർണ്ണ ഗൗരവത്തോടെ. 3/4. ക്വസ്റ്റ്യൻ: നിഗളിച്ചിട്ട് ശിക്ഷാവിധിയിൽ അകപ്പെട്ടത് ആര്? ഉത്തരം പിശാച്. 3/6. ക്വസ്റ്റ്യൻ: പിശാചിന് ശിക്ഷാവിധി വരുവാൻ കാരണം? ഉത്തരം നിഗളം. 3/6. ക്വസ്റ്റ്യൻ: നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. എന്തിന്? ഉത്തരം അധ്യക്ഷസ്ഥാനത്തിന്. 3/6. ക്വസ്റ്റ്യൻ: എന്തിലെല്ലാം കുടുങ്ങാതിരിപ്പാനാണ് അധ്യക്ഷൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം എന്ന് പറയുന്നത്? ഉത്തരം നിന്ദയിലും പിശാചിൻ്റെ കെണിയിലും. 3/7. ക്വസ്റ്റ്യൻ: ശുശ്രൂഷകന്മാർ എന്ത് ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം? ഉത്തരം വിശ്വാസത്തിൻ്റെ മർമ്മം. 3/8-9. ക്വസ്റ്റ്യൻ: ശുശ്രൂഷകന്മാർ എങ്ങനെയുള്ളവർ ആകരുത്? ഉത്തരം ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും ആകരുത്. 3/8. ക്വസ്റ്റ്യൻ: അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. ആരെ? ഉത്തരം ശുശ്രൂഷകന്മാരെ. 3/10. ക്വസ്റ്റ്യൻ: ഘനശാലികളായിരിക്കേണ്ടത് ആര്? ഉത്തരം 1 ശുശ്രൂഷകന്മാർ, 2 സ്ത്രീകൾ. 3/8, 3/11. ക്വസ്റ്റ്യൻ: ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തമാരുമായിരിക്കേണ്ടവർ ആരാണ്? ഉത്തരം സ്ത്രീകൾ. 3/11. ക്വസ്റ്റ്യൻ: ഏകഭാര്യയുള്ള ഭർത്താവും മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കേണ്ടവർ ആര്? ഉത്തരം ശുശ്രൂഷകന്മാർ. 3/12. ക്വസ്റ്റ്യൻ: ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. ആര് ആരോട് പറഞ്ഞതാണിത്? ഉത്തരം പൗലോസ് തീമോഥെയോസിനോട്. 3/14. ക്വസ്റ്റ്യൻ: സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും എന്താണ്? ഉത്തരം സഭ. 3/15. ക്വസ്റ്റ്യൻ: സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്നത് എന്താണ്? ഉത്തരം ദേവാലയം. 3/15. ക്വസ്റ്റ്യൻ: ദൈവഭക്തിയുടെ മർമ്മം എന്താണ്? ഉത്തരം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. 3/16. ക്വസ്റ്റ്യൻ: ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ എന്ത് ത്യജിക്കും? ഉത്തരം വിശ്വാസം. 4/1. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത് എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 4/4. ക്വസ്റ്റ്യൻ: ശുദ്ധീകരണത്തിൻ്റെ ഉപാധികൾ ഏവ? ഉത്തരം ദൈവവചനവും പ്രാർത്ഥനയും. 4/5. ക്വസ്റ്റ്യൻ: അല്പപ്രയോജനമുള്ളത് എന്താണ്? ഉത്തരം ശരീരാഭ്യാസം. 4/8. ക്വസ്റ്റ്യൻ: ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 4/8. ക്വസ്റ്റ്യൻ: ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യേണ്ടത് എന്തൊഴിവാക്കിയാണ്? ഉത്തരം ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ. 4/7.
ക്വസ്റ്റ്യൻ, തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ 2 പ്രാവശ്യം ഒരു വാക്യം ആവർത്തിച്ചുപയോഗിച്ചിട്ടുണ്ട്. ഏത് വാക്യം? ഉത്തരം, ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. 4:9, 1:15. ക്വസ്റ്റ്യൻ, സകലത്തിനും പ്രയോജനകരമാകുന്നത് എന്താണ്? ഉത്തരം, ദൈവഭക്തി. 4:8. ക്വസ്റ്റ്യൻ, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുതെന്ന് പൗലോസ് ആരോടാണ് പറയുന്നത്? ഉത്തരം, തിമത്തിയോസിനോട്. 4:12. ക്വസ്റ്റ്യൻ, പൗലോസ് വരുവോളം ശ്രദ്ധിച്ചിരിക്കുവാൻ തിമത്തിയോസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം, വായന, പ്രബോധനം, ഉപദേശം. 4:13. ക്വസ്റ്റ്യൻ, വായനയിൽ ശ്രദ്ധിച്ചിരിക്കുവാൻ പൗലോസ് ആരോടാണ് പറയുന്നത്? ഉത്തരം, തിമത്തിയോസിനോട്. 4:13. ക്വസ്റ്റ്യൻ, മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ കൃപാവരം ലഭിച്ചതാർക്ക്? ഉത്തരം, തിമത്തിയോസിന്. 4:14. ക്വസ്റ്റ്യൻ, ഇളയ സ്ത്രീകളെ എങ്ങനെ സഹോദരികളെപ്പോലെ പ്രബോധിപ്പിക്കണം? ഉത്തരം, പൂർണ്ണ നിർമ്മലതയോടെ. 5:2. ക്വസ്റ്റ്യൻ, ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ ആര്? ഉത്തരം, കാമുകി. 5:6. ക്വസ്റ്റ്യൻ, അവിശ്വാസിയേക്കാൾ അധമൻ ആര്? ഉത്തരം, തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ. 5:8. ക്വസ്റ്റ്യൻ, തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ ആരായിരിക്കുന്നു? ഉത്തരം, അധമനായിരിക്കുന്നു. 5:8. ക്വസ്റ്റ്യൻ, ഇളയ വിധവമാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം, വായാടികൾ, പരകാര്യത്തിൽ ഇടപെടുന്നവർ, അരുതാത്തത് സംസാരിക്കുന്നവർ. 5:11. ക്വസ്റ്റ്യൻ, വീട് തോറും മിനക്കെട്ട് വായാടികളും പരകാര്യത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്തത് സംസാരിക്കും എന്ന് പൗലോസ് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം, ഇളയ വിധവമാരെക്കുറിച്ച്. 5:11 മുതൽ 13 വരെ. ക്വസ്റ്റ്യൻ, ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണേണ്ടത് ആരെ? ഉത്തരം, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ. 5:17. ക്വസ്റ്റ്യൻ, കൂലിക്ക് യോഗ്യൻ ആരാണ്? ഉത്തരം, വേലക്കാരൻ. 5:18. ക്വസ്റ്റ്യൻ, ഒരു മൂപ്പൻ്റെ നേരെ അന്യായം എടുക്കുമ്പോൾ വേണ്ട കുറഞ്ഞ സാക്ഷികൾ എത്ര? ഉത്തരം, 2 പേർ. 5:19. ക്വസ്റ്റ്യൻ, 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ആരുടെ നേരെ അന്യായം എടുക്കരുത്? ഉത്തരം, ഒരു മൂപ്പൻ്റെ നേരെ. 5:19. ക്വസ്റ്റ്യൻ, 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പൻ്റെ നേരെ അന്യായം എടുക്കരുത്. പഴയ നിയമത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം, ആവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം. 1 തിമത്തിയോസ് 5:19. ക്വസ്റ്റ്യൻ, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം, ആവർത്തന പുസ്തകം 25:4. 1 തിമത്തിയോസ് 5:18. ക്വസ്റ്റ്യൻ, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്ന് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം, ആവർത്തന പുസ്തകം 24:15. 1 തിമത്തിയോസ് 5:18. ക്വസ്റ്റ്യൻ, ശേഷമുള്ളവർക്കും ഭയത്തിനായി ആരെയാണ് എല്ലാവരും കേൾക്കെ ശാസിക്കേണ്ടത്?
ഉത്തരം പാപം ചെയ്യുന്നവരെ. 5:20. ക്വസ്റ്റ്യൻ: പൗലോസ് നൽകുന്ന കൽപ്പനയ്ക്ക് സാക്ഷികൾ ആരെല്ലാം? ഉത്തരം: ദൈവം, ക്രിസ്തുയേശു, ശ്രേഷ്ഠദൂതന്മാർ. 5:21. ക്വസ്റ്റ്യൻ: യാതൊരുത്തൻ്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുമരുത്. ആര് ആരോട് പറഞ്ഞതാണിത്? ഉത്തരം: പൗലോസ് തീമോഥെയോസിനോട്. 5:22. ക്വസ്റ്റ്യൻ: മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക എന്ന് പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞത് അവൻ്റെ എന്ത് നിമിത്തമാണ്? ഉത്തരം: അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം. 5:23. ക്വസ്റ്റ്യൻ: വിസ്താരത്തിനു മുമ്പേ തന്നെ വെളിവാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: ചില മനുഷ്യരുടെ പാപങ്ങളും സൽപ്രവൃത്തികളും. 5:24-25 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവർ എന്ത് ദുഷിക്കപ്പെടാതിരിപ്പാനാണ് തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടത്? ഉത്തരം: ദൈവനാമവും ഉപദേശവും. 6:1. ക്വസ്റ്റ്യൻ: വിശ്വാസികളായ യജമാനന്മാരുള്ളവർ ദാസന്മാരെ എന്ത് എന്ന് വെച്ച് അലക്ഷ്യമാക്കരുത്? ഉത്തരം: സഹോദരന്മാർ എന്ന് വെച്ച്. 6:2. ക്വസ്റ്റ്യൻ: തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്തിനാൽ ഉളവാകുന്നത് എന്തെല്ലാമാണ്? ഉത്തരം: അസൂയ, ഷണ്ഡ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം. 6:4-5 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ഉത്തരം: ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. 6:7-8 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞതാര്? ഉത്തരം: പൗലോസ്. 6:8. ക്വസ്റ്റ്യൻ: എങ്ങനെയുള്ള ദൈവഭക്തിയാണ് വലിയ ആദായമാകുന്നത്? ഉത്തരം: അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി. 6:6. ക്വസ്റ്റ്യൻ: ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ എന്തിൽ കുടുങ്ങുമെന്ന് പൗലോസ് പറയുന്നു? ഉത്തരം: പരീക്ഷയിലും കെണിയിലും. 6:10. ക്വസ്റ്റ്യൻ: സകലവിധ ദോഷത്തിനും കാരണം എന്താണ്? ഉത്തരം: ദ്രവ്യാഗ്രഹം. 6:10. ക്വസ്റ്റ്യൻ: ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഏത്? ഉത്തരം: ദ്രവ്യം. 6:10. ക്വസ്റ്റ്യൻ: നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ എന്ന് പൗലോസ് സംബോധന ചെയ്തതാരെ? ഉത്തരം: തീമോഥെയോസിനെ. 6:11. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ മനുഷ്യൻ വിട്ടോടേണ്ടതെന്താണ്? ഉത്തരം: ദ്രവ്യാഗ്രഹം. 6:11. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ മനുഷ്യൻ എന്തെല്ലാം പിന്തുടരണം? ഉത്തരം: നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ. 6:11. ക്വസ്റ്റ്യൻ: എന്തിനെയാണ് പിടിച്ചുകൊള്ളേണ്ടത്? ഉത്തരം: നിത്യജീവനെ. 6:12. ക്വസ്റ്റ്യൻ: അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. ഏതിനായി? ഉത്തരം: വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാനും നിത്യജീവനെ പിടിച്ചുകൊള്ളുവാനും. 6:12. ക്വസ്റ്റ്യൻ: പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ചതാര്?
ഉത്തരം ക്രിസ്തുയേശു 6:14. ക്വസ്റ്റ്യൻ: ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും ആര്? ഉത്തരം യേശുക്രിസ്തു 6:15. ക്വസ്റ്റ്യൻ: നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ആരിലാണ് നാം ആശ വയ്ക്കേണ്ടത്? ഉത്തരം ദൈവത്തിൽ 6:17. ക്വസ്റ്റ്യൻ: തിമത്തിയോസിനെ ഏൽപ്പിച്ച ഉപനിധി എന്തു ചെയ്യണം? ഉത്തരം കാക്കണം 6:20. ക്വസ്റ്റ്യൻ: ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക. ആരോട് പറഞ്ഞതാണിത്? ഉത്തരം പൗലോസ് തിമത്തിയോസിനോട് 6:20. ക്വസ്റ്റ്യൻ: ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിനെ സ്വീകരിച്ച ചിലർക്ക് സംഭവിച്ചതെന്ത്? ഉത്തരം വിശ്വാസം വിട്ടു തെറ്റിപ്പോയി 6:21. ക്വസ്റ്റ്യൻ: കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് അവസാനിക്കുന്ന പൗലോസിൻ്റെ ലേഖനമേത്? ഉത്തരം 1 തിമത്തിയോസ് 6:22. ക്വസ്റ്റ്യൻ: ഈ ലേഖനം എഴുതിയത് എവിടെ വെച്ച്? ഉത്തരം മക്കതോനിയയിൽ വെച്ച്. ക്വസ്റ്റ്യൻ: ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം? ഉത്തരം തിമത്തിയോസിനെ പ്രോത്സാഹിപ്പിക്കുക. ക്വസ്റ്റ്യൻ: തിമത്തിയോസ് എന്ന പേരിൻ്റെ അർത്ഥം? ഉത്തരം ദൈവത്തെ മാനിക്കുന്നവൻ. ക്വസ്റ്റ്യൻ: ഈ ലേഖനത്തിൻ്റെ മറ്റൊരു പേര്? ഉത്തരം ഇടയലേഖനം. ക്വസ്റ്റ്യൻ: ഇടയലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ലേഖനങ്ങൾ ഏതെല്ലാം? ഉത്തരം 1, 2 തിമത്തിയോസ്, തീത്തോസ്. ക്വസ്റ്റ്യൻ: ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ? ഉത്തരം പൗലോസ്. ക്വസ്റ്റ്യൻ: 1 തിമത്തിയോസ് ലേഖനത്തിൻ്റെ ആദ്യ വാക്ക് അവസാന വാക്ക്? ഉത്തരം ആദ്യ വാക്ക് നമ്മുടെ, അവസാന വാക്ക് ഇരിക്കുമാറാകട്ടെ. ക്വസ്റ്റ്യൻ: ഈ ലേഖനത്തിൻ്റെ പ്രത്യേകത? ഉത്തരം വ്യക്തിപരമായ ഒരു കത്ത്, സഭാഭരണത്തെക്കുറിച്ചും ശിക്ഷണ നടപടികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു കത്ത്. ക്വസ്റ്റ്യൻ: 1 തിമത്തിയോസ് ലേഖനത്തിലെ ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? ഉത്തരം ചെറിയ അധ്യായം 2, 15 വാക്യങ്ങൾ. വലിയ അധ്യായം 5, 25 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: 1 തിമത്തിയോസ് ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 54-ാമത്തെ പുസ്തകം. 6 അധ്യായങ്ങൾ, 114 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.